സ്റ്റാർട്ട്. നമ്മൾ 9:30, 9:45, 9:50 ഇനി വല്ലതും കൂടെ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ 10 മണിയാകാറായപ്പോൾ ഞാൻ ലൈവിലേക്ക് വന്നു. ലൈവല്ല, ഇന്ന് നമ്മൾ ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വയ്ക്കാം എന്ന് കരുതി ആണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുവോ ഉണരുവോ എന്നൊന്നും നമുക്കറിയാത്തൊരു ജീവിതമാണല്ലോ നമുക്കുള്ളത്, അല്ലേ? ഇന്നെന്ത് സംഭവിക്കുമെന്നോ, ഇനി എന്ത് സംഭവിക്കുമെന്നോ, നാളെ എന്ത് സംഭവിക്കുമെന്നോ ഒന്നും അറിയാത്തൊരു ജീവിതമാണ്. ഒന്നും അറിയാത്ത മനുഷ്യരാണ് ഇന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഇവിടെ ടി വിയുടെ ശബ്ദമുണ്ട്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാനിന്ന് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള ആളുകളാണ്. നമ്മൾ മിക്ക ആളുകളും എല്ലാവരും കഴിവും ടേസ്റ്റും ഒക്കെ ഉള്ളവരല്ലേ. എന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് കലാപരമായിട്ട് ഉള്ള ആളുകളുണ്ട്. അത് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കുടുംബപരമായിട്ട് തന്നെ കിട്ടുന്നതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു 4.5 വർഷത്തോളം നമുക്ക് പാട്ടിനായാലും ഒന്നിനും ഒരു മികവ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവസ്ഥ അറിയാമല്ലോ, കുറിച്ചുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള അംഗമായിരുന്നു. പിന്നെ ബാക്കി ടെൻഷൻസൊക്കെ ആൾക്കാർ തന്നെ തന്നിരുന്നു. പിന്നെ ഡാൻസ് ആണെങ്കിൽ തന്നെയും കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ വണ്ണം കൂടിയത് കാരണം അത് കളിക്കുന്നില്ല. പിന്നെ അതൊക്കെ പൊടി തട്ടിയുന്ന മനുഷ്യനെടുക്കണം. മനുഷ്യൻ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണമെന്നാണ്. അങ്ങനെയുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. മോനെ ഡേ ഒരു കൊതുക്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞാണ് ലൈവാണല്ലോ, അപ്പോൾ എല്ലാം ലൈവായിട്ട് തന്നെ പറയണ്ടേ. അപ്പോൾ ഒരു കൊതുക് ഇങ്ങനെ കിടന്ന് ഓടുന്നു. അപ്പോൾ അതിന് വലിയ കൊതുക് ശല്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം പൊടിയും തട്ടിയൊക്കെ എടുക്കണം നമ്മൾ എന്ന് വിചാരിച്ചു. അതിന് പ്രായം ഒന്നുമില്ല, ഇതിനൊന്നും പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലും എന്ത് ഇതും എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഉള്ള ചിന്ത എനിക്കില്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാർ വിഷം പകർന്ന് വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അത് സാരമില്ല, അത് കുഴപ്പമില്ല. വിഷം എല്ലായിടത്തും ഉള്ളതല്ലേ. അപ്പോൾ എന്താണ്, ഞാനിന്ന് കുറച്ച് 2 പാട്ട് ഞാൻ പാടി പഠിച്ചായിരുന്നു. കൂടുതലൊന്നും പാട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിലും പണ്ട് ഞാനിത് പഠിച്ചിട്ടുള്ള പാട്ടാണ് പരിപാടികളിലൊക്കെ പാടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം അത് ഒന്നുകൂടെ പൊടി തട്ടി ഒന്ന് പാടി നോക്കിയപ്പോൾ എനിക്ക് പറ്റും. പക്ഷേ അതിനായിട്ട് സമയം കളയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി. ഞാൻ കരോക്കെയൊക്കെ വെച്ചിട്ട് ഒന്ന് മൊബൈലിൽ തന്നെ ഒന്ന് പാട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ അത് മോൻ ഇപ്പോഴാണ് കാണുന്നത്, ആളത് ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ കലാപരമായിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നടാ, അങ്ങനെ ഡാൻസ് കളിച്ചിടാ, ഇങ്ങനെ ഡാൻസ് കളിച്ച്, പിന്നെ അങ്ങനെ പാട്ട് പാടി, ഇങ്ങനെ പാട്ട് പാടി, എല്ലാത്തിലും ഉണ്ടായിരുന്നു, ഇതാണ് എന്നൊക്കെ പറഞ്ഞെടുത്തപ്പോൾ അവനിങ്ങനെ കുനിഞ്ഞിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ കുട്ടികളിങ്ങനെ മിനിക്കോ ഒക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുമല്ലോ കൊച്ചുനാളിൽ. അപ്പോൾ ഇവൻ അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കുമായിരുന്നു, അല്ലാതെ മനഃപൂർവ്വമല്ല. അങ്ങനെ കൊച്ച് പറയുകയും ചെയ്തു, എനിക്കിതുവരെ ഇങ്ങനെയുള്ളൊരു ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, മോനെ അതിനെന്താ, നിനക്ക് അങ്ങനെ ഒരു വേദി കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഉടുപ്പ് മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അങ്ങനെ കളിക്കാമല്ലോ. വേദിയിൽ പറ്റുമെങ്കിൽ വേദിയിൽ കളിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സും കൊണ്ട് മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കളിപ്പിക്കാം എന്നുള്ള. നമ്മൾ ഓരോ വിഷയങ്ങളും നമ്മൾ പറയുമ്പം മറ്റുള്ളവർക്ക് ഗുണം ആകുന്ന രീതിയിലാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. എല്ലാം അത് തന്നെ പറയണമെന്നുണ്ട്, മറ്റുള്ളവർക്ക് ഗുണകരമാകുന്നത്. പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടാത്ത ചില ജനങ്ങൾക്ക് അത് അവരോട് കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ യൂട്യൂബിൻ്റെ മാനദണ്ഡങ്ങളെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അവരെ പ്രത്യേക ആളുകളെ എടുത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു വിഷയം യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ അത്രയും വലിയൊരു പവറെന്ന് കണ്ടോളണം, അല്ലേ? ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും കത്തി വെച്ചൊന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, മിണ്ടായിരിക്കണം മോളെ, അലപ്പറ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ പാടാണെന്ന്. ടാറ്റ, ഇത്ര മതി.